നമസ്കാരം, എല്ലാവർക്കും ഇമാത്സ് മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതിൽ നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു സെറ്റ് ഫോം ചെയ്യുന്നത്, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്, 2 ടൈപ്സിൽ നമ്മൾ എങ്ങനെയാണ് സെറ്റ് എഴുതുന്നത്, അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെയാണ് പറഞ്ഞത്. അപ്പം ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇത് കണ്ടിട്ടില്ലാത്തവർ, കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ പാർട്ട് 2 പോയി കാണണം. കണ്ടതിന് ശേഷം മാത്രമേ പാർട്ട് 3 കാണാവൂ. കാര്യം നമ്മളതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ എക്സസൈസാണ് ചെയ്യുന്നത്. എക്സസൈസ് 1.1 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് നമ്മൾ ഈ പാർട്ട് 3 വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് ഈ എക്സസൈസ് 1.1 നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞു പോയ കാര്യങ്ങളിൽ എക്സസൈസിൽ ചോദിക്കുന്നതെന്ന് ഞാനൊന്ന് സിമ്പിളായിട്ട് പറയാം. അപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ സെറ്റ്സ്. സെറ്റ് എങ്ങനെയാണ്, ഒരു കളക്ഷൻ അവർ തരും, ക്വസ്റ്റ്യനകത്തൊരു കളക്ഷൻ തരും. ആ കളക്ഷൻ കണ്ടിട്ട് നിങ്ങളത് മനസ്സിലാക്കണം, അത് സെറ്റാണോ അല്ലയോ എന്ന്. അപ്പോൾ സെറ്റാണോ എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആയിരിക്കണം. അതിനകത്തിലെ കളക്ഷൻ എന്ന് പറഞ്ഞത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അതായത് പുറത്തുനിന്ന് മറ്റൊരു കാര്യത്തിനും വന്ന് അതിലൊരു സ്ഥാനം ഉണ്ടാകാൻ പാടില്ല. അത് തന്നെ ആയിരിക്കണം. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, അത് ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്. അതുപോലെയുള്ള കളക്ഷൻസേ ആകാവൂ. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ എന്താക്കാം, സെറ്റ് എന്ന് പറഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്യാം. അടുത്തത് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ എലമെൻറ്റ്സ് ആണ്. അതായത് സെറ്റിനകത്തിലെ എലമെൻറ്റ്സ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക ഏതാണെന്നുള്ളത്. അപ്പോൾ എലമെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് എലമെൻ്റ് ആണോ, നമ്മൾ പറഞ്ഞല്ലോ ഈസ് ആൻ എലമെൻറ്റ് ഓഫ്, ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ്, ഈ സിമ്പിൾസ് കൊടുക്കുക എന്നുള്ളതാണ് സെക്കൻഡ് പാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾക്ക് ഒരു സെറ്റ് തരും, ആ സെറ്റിനകത്തിലെ പർട്ടിക്കുലർ എലമെൻറ്റ് മാത്രം ക്വസ്റ്റ്യനിൽ ചോദിക്കും. ആ എലമെൻറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന സെറ്റിൻ്റെ അകത്തുള്ള എലമെൻ്റ് ആണോ എന്ന് കണ്ടുപിടിച്ചെഴുതുക. അതാണ് ഐഡൻറ്റിഫൈ ദ എലമെൻറ്റ്സ് എന്ന അടുത്ത ടോപ്പിക്ക്. അത് കഴിഞ്ഞുള്ളതാണ് റൈറ്റ് ഇൻ റോസ്റ്റർ ഫോം. അവരൊരു കളക്ഷൻ തരും, അത് ഏത് കളക്ഷനാണെന്നുള്ളത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ കളക്ഷനെ റോസ്റ്റർ ഫോമിൽ എഴുതുക. അതായത് നമ്മൾ എലമെൻറ്റ്സ് കോമ ഇട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ള ഫോമിൽ എഴുതുക. അതാണ് റൈറ്റ് ഇൻ റോസ്റ്റർ ഫോം. അത് കഴിഞ്ഞുള്ളത് റൈറ്റ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ആ റോസ്റ്റർ ഫോമിലായിരിക്കും മിക്കവാറും തരുന്നത്. ക്വസ്റ്റ്യൻ റോസ്റ്റർ ഫോമിലായിരിക്കും. റോസ്റ്റർ ഫോമിനകത്തു നിന്നും എലമെൻസിൻ്റെ കോമൺ പ്രോപ്പർട്ടി എടുക്കുക, അതിനെ നമ്മൾ എക്സിലേക്ക് കൊടുക്കുക, ബാക്കി എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്ന ആ ഫോമിൽ എടുക്കുക. അതാണ് റൈറ്റ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ ഈ ക്വസ്റ്റ്യന് നമുക്ക് എന്ത് തരും, റോസ്റ്റർ ഫോമിലുള്ള എന്താണെന്ന് വെച്ചാൽ ആ സെറ്റ് നമുക്ക് തരും. അതിൽ നിന്നാണ് നമ്മളിത് എഴുതേണ്ടത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ്. എലമെൻറ്റ്സ് നിങ്ങൾ തരം തിരിച്ച് എഴുതുക. നിങ്ങൾക്ക് സെറ്റ് തരും, മിക്കവാറും ഇത് സെറ്റ് ബിൽഡർ ഫോമിലായിരിക്കും. കാര്യം സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതിയാലല്ലേ നമുക്കത് റോസ്റ്റർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. റോസ്റ്റർ ഫോമാണ് എലമെൻറ്റ്സിനെ ലിസ്റ്റ് ചെയ്തുള്ള ഫോം. നമ്മൾ റോസ്റ്റർ ഫോമിൻ്റെ എക്സാമ്പിൾ പഠിച്ചപ്പം പറഞ്ഞായിരുന്നു എന്താണ് അതിൻ്റെ പ്രത്യേകത. എലമെൻറ്റ്സിനെ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് ലിസ്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സിംപ്ലി ഇത് റോസ്റ്റർ ഫോമിൽ എഴുതാനെന്നാണ് ഉദ്ദേശിക്കുന്നത്. സെറ്റ് ബിൽഡർ ഫോമിലോ അല്ലെങ്കിൽ വെറുതെ ഒരു സെൻറ്റൻസിലോ കളക്ഷൻ തരും, നിങ്ങളതിനെ ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സിനെ ലിസ്റ്റ് ചെയ്ത് എഴുതണം. അതാണ് അടുത്ത ടോപ്പിക്ക്. ഈ ടോപ്പിക്കുകളെല്ലാം എക്സസൈസ് 1.1 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. ഓക്കെ, എക്സസൈസ് 1.1 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ സെറ്റ്സ്. ഇതിനകത്തിൽ ഏതൊക്കെ കളക്ഷനാണ് സെറ്റ് എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ജസ്റ്റിഫൈ യുവർ ആൻസർ, അതിനുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുക. അപ്പം ഇത് മിക്കവാറും ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. അപ്പം നമ്മളിത് വെറുതെ സെറ്റാണെന്ന് മാത്രം എഴുതി വെക്കരുത്, അതിനെന്തെങ്കിലും ഒരു കാരണം കൂടെ എഴുതി വെക്കണം. അപ്പോൾ ഫസ്റ്റ് എന്താണ് കൊടുത്തിരിക്കുന്നത്, ദ കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ദ ലെറ്റർ ജെ. ജെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 12 മന്ത്സ് ഉള്ളതിലെ ആ കളക്ഷൻ ഓഫ് മന്ത്സ് വിത്ത് സ്റ്റാർട്ട് വിത്ത് ജെ. അപ്പോൾ എത്ര എണ്ണം വരും? ഇപ്പോൾ ജാനുവരി ഫെബ്രുവരി നിങ്ങൾ നോക്കുക, അതിൽ ജാനുവരിയും ജൂണും ജൂലൈ ഇങ്ങനെ 3 മാസങ്ങളാണ് ജെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. വേറെ ഏതെങ്കിലും മാസം ഈ 12 മാസങ്ങൾക്കകത്ത് ജെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, നമുക്ക് എഴുതാനും പറ്റില്ല. അപ്പോൾ അതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണോ? അതെ. അപ്പോൾ നമുക്ക് എഴുതാം, ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. Hence it is a set. Okay,
സെറ്റ് എന്ന് എഴുതാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാരണങ്ങൾ എഴുതാം. വൺ ക്യാൻ ഐഡൻറ്റിഫൈ ഈച്ച് ആൻ എലമെൻറ്റ് ഓഫ് ദി സെറ്റ്. ഈ സെറ്റിലെ ഓരോ എലമെൻറ്റിനെയും ആർക്ക് വേണമെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാം. അങ്ങനെയുള്ള കാരണങ്ങളൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എഴുതാം. അടുത്തെന്ന് പറയുന്നത് ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലുള്ള 10 ടാലൻറ്റഡ് റൈറ്റേഴ്സിനെ എഴുതുക, സാഹിത്യകാരന്മാരെ എഴുതുക. അപ്പം നിങ്ങൾ അങ്ങനെ എഴുതുമ്പോൾ, നിങ്ങൾ അങ്ങനെ ആലോചിക്കുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ ഓർക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോൾ ഓരോരുത്തരും പറയുന്നത് വ്യത്യസ്ത ആൻസർ ആയിരിക്കും. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട റൈറ്റേഴ്സിൻ്റെ പേരായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ ഒരു 10 പേരെ എടുത്ത് ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർ 10 പേരും പറയുന്നത് ഡിഫറെൻറ്റ് ആൻസേഴ്സ് ആയിരിക്കും. നമ്മൾ 10 എണ്ണം കൂടെ ഒരു സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു 10 പേരോട് ചോദിച്ചാൽ പറയുന്നതും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ 2 സെറ്റുകൾ നമ്മൾ എടുക്കുവാണെങ്കിൽ അത് തമ്മിൽ ഒരു സാമ്യവും ഉണ്ടാവില്ല. അപ്പം നമുക്കതിനെ ഒരിക്കലും ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇറ്റ് ഈസ് നോട്ട് എ വെൽ ഡിഫൈൻഡ് സെറ്റ്. well defined collection, so it is not a set. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റൻസുകൾ എഴുതാം. അത് കാര്യം ടീച്ചേഴ്സിന് പേപ്പർ നോക്കുന്നവർക്ക് മനസ്സിലാവണമെന്നേ ഉള്ളൂ ഇത് സെറ്റാണോ അല്ലയോ എന്നുള്ളത്. അതിന് കാരണം എഴുതുക. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യനിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മെൻ ഓഫ് ദി വേൾഡ്. അപ്പം ഈ ലോകത്തിലെ 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാനെ തരംതിരിച്ചെഴുതാനാണ് പറഞ്ഞത്. ഇതും നമ്മുടെ റൈറ്റേഴ്സിൻ്റെ അതേ കേസാണ്. നമുക്ക് പറയാൻ പറ്റില്ല 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ എന്താണെന്ന്, ആരൊക്കെയാണെന്ന്. അപ്പോൾ ഓരോരുത്തരും ഓരോ ആൻസേഴ്സ് ആയിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണോ? അല്ല. അപ്പോൾ സെയിം ആൻസർ തന്നെ ഇവിടെ എഴുതുക, നോട്ട് എ വെൽ ഡിഫൈൻഡ്. ഞാനിത് കുറച്ച് ചെറുതാക്കിയാണ് എഴുതുന്നത്. നിങ്ങൾ പക്ഷേ ആൻസർ എഴുതുമ്പോൾ കുറച്ചുകൂടെ ഇലബറേറ്റായിട്ട് എഴുതണം. ഇത് മിക്കവാറും ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്കിനാണെങ്കിലും കറക്റ്റായിട്ടൊരു റീസൺ നിങ്ങൾ കൊടുക്കണം. ഇറ്റ് ഈസ് നോട്ട് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ, സോ ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. അത് വെൽ ഡിഫൈൻഡ് ആണോ അല്ലയോ? നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 50 പിള്ളേരുണ്ടെങ്കിൽ അതിലൊരു 25 ബോയ്സും ഉണ്ടെന്ന് വിചാരിക്കുക. അത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ അല്ലേ? വേറൊരു ഡിവിഷനിലെ ബോയ് നിങ്ങളുടെ ക്ലാസ്സിൽ വന്നിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ടോ അത് വെൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പറയാം, കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. അതുകൊണ്ട് എന്താണിത്? സോ ഇറ്റ് ഈസ് എ സെറ്റ്. അപ്പം നിങ്ങൾക്ക് ആര് വേണമെങ്കിലും, നിങ്ങളുടെ 25 ബോയ്സ് ഉണ്ടെങ്കിൽ വേറൊരു ക്ലാസ്സിൽ നിന്ന് വന്നാലും ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ ക്ലാസ്സിലുള്ള ബോയ്സ് ആരൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. ഇന്ന കുട്ടി A ഡിവിഷനിലെയാണ്, ഇന്ന കുട്ടി B ഡിവിഷനിലെയാണ്. അതൊരിക്കലും മാറിപ്പോകുന്നില്ല. അതുകൊണ്ട് കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ, സോ ഇറ്റ് ഈസ് എ സെറ്റ്. ഓക്കെ, ഫിഫ്ത്ത് വൺ, ദ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100 താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ. അതൊരു വെൽ ഡിഫൈൻഡ് ആണോ അല്ലയോ? അപ്പോൾ കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന 1, 2, 3 അങ്ങനെ പോവുകയാണല്ലോ. ഇതിന് എൻഡില്ല. പക്ഷെ നമുക്ക് 100 താഴെ വരെയുള്ള നാച്ചുറൽ നമ്പറിൻ്റെ കളക്ഷൻ മതി. അങ്ങനെയാണെങ്കിലും അത് വെൽ ഡിഫൈൻഡ് അല്ലേ? 100 താഴെ വരെ ഉള്ളതെന്ന് വെച്ചാൽ എവിടെ തൊട്ട് എവിടെ വരെയാണ്? ഞാൻ ജസ്റ്റ് A എന്ന് കൊടുത്തു ആ സെറ്റിന്. 1, 2 എവിടെ വരെയാണ് നിൽക്കുന്നത്? 99 അവിടെ വരെയുള്ള സെറ്റിനെ അല്ലേ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വെൽ ഡിഫൈൻഡ് ആണല്ലോ. ഇതിനകത്തിലെ ഓരോ എലമെൻറ്റും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് എ സെറ്റ്. ഇതും ഒരു സെറ്റാണ്. അടുത്തത്, എ കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ ദ റൈറ്റർ മുൻഷി പ്രേംചന്ദ്. അപ്പോൾ മുൻഷി പ്രേംചന്ദ് എന്ന് പറയുന്ന റൈറ്റർ എഴുതിയിരിക്കുന്ന നോവൽസിൻ്റെ കളക്ഷൻ. അപ്പോൾ നമുക്കത് നമുക്കിപ്പം എല്ലാ നോവൽസും മുൻഷി പ്രേംചന്ദിൻ്റെ അറിയില്ലായിരിക്കും. എങ്കിലും മുൻഷി പ്രേംചന്ദ് എഴുതിയ നോവൽസ് ഒന്നും മാറുന്നില്ലല്ലോ ഈ ലോകത്ത് നിന്ന്. 10 നോവൽസ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ 10 നോവൽസും മുൻഷി പ്രേംചന്ദിൻ്റെ തന്നെ ആയിരിക്കും. അപ്പോൾ അതും ഒരു വെൽ ഡിഫൈൻ കളക്ഷനാണ്. അപ്പോൾ ഇതും വെൽ ഡിഫൈൻ കളക്ഷൻ. സോ ഇറ്റ് ഈസ് എ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? സെറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സെറ്റാണെങ്കിൽ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ദ കളക്ഷൻ ഓഫ് ഓൾ ഈവൻ ഇൻഡിജേഴ്സ്. ഈവൻ ഇൻഡിജേഴ്സ് ഏതൊക്കെയാണ്? ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നെഗറ്റീവ് സംഖ്യകൾ ഉൾപ്പെടും,
പോസിറ്റീവ് സംഖ്യകളും ഉൾപ്പെടും. അപ്പം ഈവൻ ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് അല്ലേ? നമുക്കൊരു ഓഡ് നമ്പർ അതിനകത്ത് വന്നാൽ അതിനെ ഒരു സെറ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈവൻ ഇൻറ്റിജേഴ്സിൻ്റെ മാത്രം കളക്ഷനാണ്. അതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്. ആർക്ക് വേണമെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ -2 ഇതിപ്പം ഓൾ ഈവൻ ഇൻറ്റിജേഴ്സ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം അത് മാത്രമേ എടുക്കാവൂ. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ എഴുതി കാണിക്കാം. -2, 2, 4 ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പം ഇത് ഓൾ ഈവൻ ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷനാണ്. ഇതിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കുന്ന എല്ലാം ഈവൻ ഇൻറ്റിജേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇതും സെറ്റാണ്. ഇറ്റ് ഈസ് എ സെറ്റ്. ഓക്കെ, അടുത്തത് ദ കളക്ഷൻ ഓഫ് ഓൾ ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് നിങ്ങൾ നോക്കുക. അത് ഈ ചാപ്റ്ററിനകത്തുള്ള ക്വസ്റ്റ്യൻ പുതിയതായിട്ട് ഇനി എഴുതി ചേർക്കാനൊന്നും പറ്റത്തില്ല. അവർ ബുക്ക് പബ്ലിഷ് ചെയ്തപ്പോൾ തന്നെ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മളൊരു സെറ്റിൻ്റെ രൂപത്തിൽ എഴുതുവാണെങ്കിൽ അത് വെൽ ഡിഫൈൻഡ് ആണോ? അതെ. കാര്യം നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ആ ചാപ്റ്ററിൽ നിന്ന് കണ്ടുപിടിക്കാം. അത് മാറുന്നില്ലല്ലോ. അതുകൊണ്ടാണ് അതും ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്. വെൽ ഡിഫൈൻഡ് so it is a set. Okay, last question. A collection of most dangerous animals in the world. ഈ ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസിൻ്റെ കളക്ഷൻ. അത് വെൽ ഡിഫൈൻഡ് ആണോ? അല്ല. നമുക്ക് പ്രത്യേകമായിട്ട് അറിയത്തില്ല ഇത്ര മാത്രം ആനിമൽസേ ഉള്ളൂ ഡേഞ്ചറസ് ആയിട്ടുള്ളതെന്ന്. ഇനിയും ഒരുപാട് കണ്ടുപിടിക്കാൻ കിടക്കുന്നു. അപ്പോൾ അതൊന്നും ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ അല്ല. അത് നമ്മൾ പെട്ടെന്ന് ആലോചിക്കും, ഇത് ഒരാളോട് ചോദിച്ചാൽ കിട്ടുന്ന ആൻസർ കറക്റ്റ് ആണോ? അങ്ങനെ നമ്മൾ ഓർത്താൽ മതി സെറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ. അപ്പം ഒരാളോട് ചോദിച്ചാൽ കിട്ടുന്ന ആൻസർ ആയിരിക്കത്തില്ല മറ്റൊരാളോട് ചോദിച്ചാൽ കിട്ടുന്നത്. അപ്പം മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസിൻ്റെ ഒരു സെറ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. So it is not a set. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ എക്സസൈസ് 1.1-ലുള്ളത്. 1.1-ൻ്റെ ഫസ്റ്റ് പാർട്ടിലുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 1. അതിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് എന്തായാലും എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഒരു വീഡിയോ ലാസ്റ്റ് നിങ്ങളത് പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യൻ 2-ലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ എക്സസൈസ് 1.1-ലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തു, ഐഡൻറ്റിഫൈ ദ സെറ്റ്സ്. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ എലമെൻറ്റ്സ് ആണ്. എലമെൻറ്റ്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതാൻ പോവുകയാണ്. ഒരു സെറ്റ് അവർ തന്നിട്ടുണ്ടായിരിക്കും. ആ സെറ്റിൽ നിന്ന് നമ്മൾ എലമെൻറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതണം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 2. ലെറ്റ് എ ഈസ് ഈക്വൽ ടു 1, 2, 3, 4, 5, 6. റോസ്റ്റർ ഫോമിലാണ് തന്നിരിക്കുന്നത്. ഇൻസേർട്ട് അപ്രോപ്രിയേറ്റ് സിമ്പിൾസ്. അപ്പോൾ ഈ സിമ്പിളിൻ്റെ പേരെന്ന് പറയുന്നത് എപ്സിലോൺ എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതെന്താണ്? ഈസ് ആൻ എലമെൻറ്റ് ഓഫ്. അതല്ലേ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈസ് ആൻ എലമെൻറ്റ് ഓഫ്. നമ്മളൊരു പർട്ടിക്കുലർ എലമെൻറ്റ് എഴുതിയിട്ട് ഈ സിമ്പിൾ ഇട്ടാൽ എ. ഇപ്പോൾ എ ആണെങ്കിൽ എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ് എ. അങ്ങനെ ആയിരിക്കും നമ്മൾ എക്സാമ്പിൾ എഴുതുന്നത്. ഇതിൻ്റെ എല്ലാം ഞാൻ എക്സാമ്പിളായിട്ട് ചുമ്മാ എഴുതിയെന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഏതൊക്കെയാണ് നമ്മുടെ എയിലെ എലമെൻറ്റ്സ്? 1, 2, 3, 4, 5, 6. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഈ ബ്ലാങ്ക് സ്പേസിനകത്ത് നമ്മൾ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആണോ അതല്ലെങ്കിൽ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആണോ എന്ന് കൊടുക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, 5 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ് എ ആണോ ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ് എ ആണോ? നോക്കിക്കേ, 5 ഇതിനതിലെ എലമെൻ്റ് ആണല്ലോ. അതെ. അപ്പോൾ നമ്മൾ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ് എ. 8 ഉണ്ടോ ഇതിൽ? 1, 2, 3, 4, 5, 6 ഉള്ളൂ. 8 ഇല്ല. അപ്പോൾ 8 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ് എ. സെറ്റ് എ ആണേ. ഈ എയുടെ പേര് ഇതാണ്, ഡിനോട്ടേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. 0 ഇതിലെ എലമെൻ്റ് ആണോ? 0 കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ 0 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ് എ. അടുത്തത് 4 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ് എ. 2 എലമെൻ്റ് ആണോ? അതെ, 2 എലമെൻ്റ് ആണ്. അപ്പോൾ 2 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ് എ. 10 എലമെൻ്റ് ആണോ? ഇല്ല, 10 കൊടുത്തിട്ടില്ല. അപ്പോൾ 10 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ് എ. ഇത് വളരെ സിമ്പിളായിട്ട് ഒരു ടോപ്പിക്കാണ്. അത് നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന
എന്തായാലും മിക്കവാറും എക്സാമിന് ചോദിക്കുന്നതായിരിക്കും. കുറച്ച് ഈസി ആയിട്ടൊക്കെ ഫസ്റ്റ് പാർട്ടിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പം റോസ്റ്റർ ഫോം നല്ലതായിട്ട് മനസ്സിലാക്കുക. ചിലപ്പോൾ അവർ ക്വസ്റ്റിനകത്ത് സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് എലമെൻസിൻ്റെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ റോസ്റ്റർ ഫോമിലോട്ട് മാറ്റിയിട്ട് ഇത് ചെയ്യണം. അതൊക്കെ നമ്മൾ റോസ്റ്റർ ഫോമിലോട്ട് മാറ്റുന്നത് നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻസിനകത്ത് കാണാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. അവർ സെറ്റ് ബിൽഡർ ഫോമിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, നമ്മളതിനെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റീജർ ആൻഡ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -3 ആൻഡ് ലെസ് ദാൻ 7. അപ്പം ലെസ് ദാൻ 7ഉമായിരിക്കണം, -3യേക്കാളും ഗ്രേറ്ററുമാണ്, -3 ഉൾപ്പെടുകയും ചെയ്യും. കണ്ടോ, ഈക്വൽ ടു സിമ്പിൾ കൊടുത്താൽ -3 അതിനകത്ത് ഉൾപ്പെടും. അപ്പം നമുക്കിതിൻ്റെ ഏതൊക്കെ എലമെൻസ് ആണെന്ന് ഇങ്ങോട്ട് എഴുതാം. ഏതൊക്കെയാണ് ഇതിനകത്തിലെ എലമെൻസ്? ഇങ്ങനെ എഴുതണം. ദ എലമെൻസ് ആർ ഏതൊക്കെ വരും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് നമുക്കിതെന്ത് വരും? ഈക്വൽ ടു ഉൾപ്പെടുത്തുന്നതുകൊണ്ട് -3യും കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. അപ്പം -3, അത് കഴിഞ്ഞ് എന്താണ്? -2, -1, 0, 1, 2, 3, 4, 5, 6, 7 എഴുതാൻ പറ്റുമോ? 7 ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. 7നേക്കാളും ലെസ് ആയിരിക്കണം. ലെസ് ദാൻ 7 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 6 വരെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സെറ്റ് എ ഈസ് ഈക്വൽ ടു -3, -2, -1, 0, 1, 2, 3, 4, 5, 6. ഇതാണ് നമ്മുടെ റോസ്റ്റർ ഫോമിലുള്ള സെറ്റ്. ഇതിനകത്തിൽ ഏത് കണ്ടീഷൻ എടുത്താലും ഇത് ശരിയായിരിക്കും. അപ്പം -3 ഉൾപ്പെട്ടിട്ടുണ്ട്. -3യേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം എക്സ്, പക്ഷേ ലെസ് ആയിരിക്കണം, 7നേക്കാളും കുറവുമായിരിക്കണം. അതാണ് ഈ സെറ്റ് എ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സെറ്റ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. നമുക്ക് ഈസി ആയിട്ട് എഴുതാം. നാച്ചുറൽ നമ്പർ നമുക്കറിയാം, കൗണ്ടിങ് നമ്പേഴ്സ് 1, 2, 3, 4, 5, 6 അങ്ങനെ പോകുന്നത്. പക്ഷേ ലെസ് ദാൻ 6നേക്കാളും കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ്. അപ്പം ഇതിനെ നമുക്ക് ഈസി ആയിട്ട് എഴുതാമല്ലോ. ബിയുടെ റോസ്റ്റർ ഫോം 1, 2, 3, 4, 5. ലെസ് ദാൻ 6 ആണ്. അപ്പോൾ 6 നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. 6നേക്കാളും താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ്. വേറെ എന്തെങ്കിലും കണ്ടീഷൻ, ഈ മുകളിലത്തെ പോലത്തെ എന്തെങ്കിലും കണ്ടീഷൻ എക്സിന് തന്നിട്ടുണ്ടോ നോക്കണം. അത് ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ നോക്കണം. അപ്പം വേറെ ഒന്നും തന്നിട്ടില്ല. നാച്ചുറൽ നമ്പർ എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ, ലെസ് ദാൻ 6 എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പം ബി ഈസ് ഈക്വൽ ടു 1, 2, 3, 4, 5. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സെറ്റ് സി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് 2-digit നാച്ചുറൽ നമ്പർ സച്ച് ദാറ്റ് സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് ഈസ് 8. 2 digit ഉള്ള, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക, 2 digit ഉള്ള നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ പിന്നെ നെഗറ്റീവ് നമ്പേഴ്സിനൊന്നും അവിടെ സ്ഥാനമില്ല. നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 0യും നമ്മൾ എഴുതേണ്ട കാര്യമില്ല. സച്ച് ദാറ്റ് സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് ഈസ് 8. 2 digit ഉള്ളതും ആ ഡിജിറ്റുകൾ തമ്മിൽ കൂട്ടിയാൽ 8 വരുന്നതുമായിട്ടുള്ള സംഖ്യകളുടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷനാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പം നമ്മളിവിടെ ജസ്റ്റ് നമുക്കിതിനെ ഒന്ന് ഫോം ചെയ്യണം. അപ്പം 8 ആൻസറായിട്ട് വരുന്ന 2 digit നമ്പറാണ് എഴുതുന്നത്. അപ്പം നമ്മൾ 1 digit ആയിട്ടുള്ള 9 വരെയുള്ളതെല്ലാം നമ്മൾ ഒഴിവാക്കി. അത് കഴിഞ്ഞ് നമ്മൾ എഴുതി തുടങ്ങുകയാണ് സി. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് എഴുതുന്നത്. ഇങ്ങനെയല്ല കറക്റ്റായിട്ട് എഴുതേണ്ടത്, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ 8ൻ്റെ സിമ്പിൾ, 8ൻ്റെ സമ്മ് വരുന്ന 2 digit നമ്പർ നമുക്ക് എഴുതാൻ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് 1 തുടങ്ങാം. 1 2 digit ആണ് ഇവിടെ എഴുതേണ്ടത്. ഞാൻ ജസ്റ്റ് ഇച്ചിരി സ്ഥലം വിട്ടിട്ട് 2, ഓക്കെ, 3, ഓക്കെ, 4, 5 അവിടെ വരെ നിൽക്കട്ടെ. അപ്പം 8 ആഡ് ചെയ്താൽ 8 വേണമെങ്കിൽ ഏത് നമ്പറാണ് ഇവിടെ വരേണ്ടത്? 7 അല്ലേ? ഇതൊരു 2 digit നമ്പറുമാണ്. ആഡ് ചെയ്താൽ 1 + 7 എന്ന് പറയുന്നത് 8ഉമാണ്. എന്തിനാണ് ഇങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും ഇങ്ങനെ. അതായത് 1ൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ 8 കിട്ടും? 1ൽ നിന്നല്ലേ നമ്മൾ തുടങ്ങുന്നത്. അപ്പം 7. ഇനി 2ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ 8 കിട്ടും? 6. 3ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ 8 കിട്ടും? 5. 4ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ 8 കിട്ടും?
4 4 4 8 5 3 8 നമ്മളിവിടെ കണ്ടീഷൻ നോക്കണം. ഡിജിറ്റ്സിൻ തമ്മിൽ കൂട്ടിയാൽ 2 ഡിജിറ്റ്സ് നമ്പറിലെ 2 ഡിജിറ്റുകൾ തമ്മിൽ കൂട്ടിയാൽ എപ്പോഴും വരേണ്ട ആൻസർ 8 ആണ്. അതാണ് ഈ എക്സിൻ്റെ കണ്ടീഷൻ. അതാണ് എക്സിൻ്റെ കണ്ടീഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത നമ്പർ പറയാം. 3 5 3 8. ഇനി 6 നിന്ന് തുടങ്ങാമല്ലോ. റിവേഴ്സ് വരും. 2 1 18 കൂടെ നമുക്ക് എഴുതണം. കാരണം 82 ഡിജിറ്റ് നമ്പറാണ്. 8 + 0 8. അപ്പോൾ അതും കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. അപ്പം നോക്കിക്കേ, എല്ലാം 2 ഡിജിറ്റ് നമ്പറാണ്. അതിന് തമ്മിൽ ഡിജിറ്റ് ആഡ് ചെയ്താലെല്ലാം ആൻസർ 8 ആണ് വരുന്നത്, ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം നമ്മുടെ സെറ്റ് ഫോമായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എക്സ് ഈസ് എ പ്രൈം നമ്പർ വിച്ച് ഈസ് എ ഡിവൈസർ ഓഫ് 60. 60യുടെ ഡിവൈസറായിട്ട് വരുന്ന പ്രൈം നമ്പേഴ്സിൻ്റെ കളക്ഷനാണ് നമുക്ക് കാണേണ്ടത്. അപ്പം നമുക്ക് ഡിവൈസറായിട്ട് വരുമ്പോൾ നമ്മൾ എന്തെടുത്ത് നോക്കണം? LCM എടുത്ത് നോക്കണം. നമുക്കിവിടെ LCM എടുത്ത് നോക്കാം. ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള പ്രൈം നമ്പർ നമുക്ക് കൊടുത്തു നോക്കാം. 2. എത്ര ആൻസർ വരും? 30. 2 അതായത് 30 × 2 60. 60 ഡിവൈഡഡ് ബൈ 2 30. 30 ഡിവൈഡഡ് ബൈ ഒന്നുകൂടെ 30നെ ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാം. അതായത് ഫാക്ടേഴ്സ് ആക്കാൻ പോവാണ്. അപ്പോൾ 30 ഡിവൈഡഡ് ബൈ 2 15. 15നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2 വെച്ച് പറ്റുമോ? ഏറ്റവും ലീസ്റ്റ് നമ്പർ ഇല്ല. 3 കൊടുത്തു നോക്കാം. 3. 15 ഡിവൈഡഡ് ബൈ 3 5. അപ്പോൾ നമുക്ക് കിട്ടിയ കളക്ഷൻസ് ഏതൊക്കെയാണ്? 2 2 3 5. ഓക്കെ, ഇതാണല്ലോ നമുക്ക് കിട്ടിയത്. 2 2 3 5. ഇതാണ് പ്രൈം നമ്പറിൻ്റെ കളക്ഷൻ. 2 2 3 5 എല്ലാം പ്രൈം നമ്പേഴ്സാണ്. പക്ഷേ നമ്മൾ സെറ്റായിട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മൾ സെറ്റ് എഴുതുമ്പം റിപ്പീറ്റഡ് ആയിട്ട് എലമെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സെറ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. ഇപ്പോൾ 2 2 വട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 3 5. ഓക്കെ, അപ്പോൾ എക്സ് ഈസ് എ പ്രൈം നമ്പർ വിച്ച് ഈസ് എ ഡിവൈസർ ഓഫ് 60. കറക്റ്റ് അല്ലേ? 60യെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈം നമ്പർ ആണോ 2? അതെ. 60യെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈം നമ്പർ ആണോ 3? അതെ. 60യെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈം നമ്പർ ആണോ 5? അതെ. 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 വട്ടം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടീഷൻ നോക്കിയാൽ മതി. കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നുണ്ടല്ലോ. ഉണ്ട്. എലമെൻറ്റ്സ് എപ്പോഴും 2 വട്ടം റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ സെറ്റിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. റിപ്പീറ്റഡ് ആയതുകൊണ്ട് നമ്മൾക്കിങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ നിന്നും റോസ്റ്റർ ഫോമിലേക്ക് എഴുതുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, 5th ക്വസ്റ്റ്യൻ നോക്കിക്കേ. Set E is equal to a set of all letters in the word trigonometry. Trigonometry എന്ന വേർഡിനകത്ത് വരുന്ന ലെറ്റേഴ്സിൻ്റെ സെറ്റ്. ഇപ്പോൾ ലെറ്റേഴ്സിനെ നമ്മൾ സെറ്റ് ആക്കണം. അപ്പം ഇത് നോക്കിക്കേ, ഇതിൻ്റെ ലെറ്റേഴ്സ് ഞാൻ ഇങ്ങോട്ട് എഴുതുക. TRIGONOMETRY. ഓക്കെ, ഇതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ടുള്ളത് നേരത്തെ ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞല്ലോ. റിപ്പീറ്റഡ് ആണെങ്കിൽ നമ്മളത് സെറ്റിനകത്ത് എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പം റിപ്പീറ്റഡ് ഏതൊക്കെയാണ്? T 2 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെ ഏതാണ്? R റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. Oയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു വട്ടം എഴുതിയാൽ മതി. അപ്പോൾ സെറ്റ് E ഈസ് ഈക്വൽ ടു TRIGON. O ഇനി എഴുതണോ? വേണ്ട. MET ഇനി എഴുതണോ? വേണ്ട. R എഴുതണോ? വേണ്ട. Y. ഓക്കെ, ഇതാണ് സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ട്രിഗണോമെട്രി. അടുത്ത ക്വസ്റ്റ്യൻ. സെറ്റ് F ഈസ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ബെറ്റർ. നമ്മൾ ട്രിഗണോമെട്രി ഇവിടെ ചെയ്തല്ലോ, അതേപോലെ തന്നെ ഉള്ളൂ. ഇങ്ങോട്ട് ആദ്യമേ ക്വസ്റ്റ്യനിൽ നിന്ന് എഴുതി പേപ്പറിലേക്ക് എഴുതി വെക്കുക. ബെറ്റർ നോക്കുക. B റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? E അതെ, E റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. Tയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇവിടെ 2 വട്ടം Tയും Eയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സെറ്റിനകത്ത് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ സെറ്റ് എങ്ങനെ എഴുതാം? B, E, T. 2 T ഇനി ഒന്നുകൂടെ ഉണ്ട്, അത് എഴുതേണ്ട ആവശ്യമില്ല. Eയും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതാണ് സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ ദ വേർഡ് ബെറ്റർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റോസ്റ്റർ ഫോം എഴുതുന്നത്. അപ്പം ഈ റോസ്റ്റർ ഫോം എങ്ങനെ എഴുതുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നല്ലതായിട്ട് മനസ്സിലായി കാണുമല്ലോ. എങ്ങനെയാണ്? അതായത് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ അത് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ കണ്ടീഷൻ നോക്കിയിട്ട് ഓരോ എലമെൻറ്റ്സും കണ്ടുപിടിച്ച് നമ്മൾ എഴുതുക. എഴുതിയിട്ട് ചെക്ക് ചെയ്ത് നോക്കണം ഈ ക്വസ്റ്റ്യനുമായിട്ട് ഇത് സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ എന്ന്. അത്രയേ ഉള്ളൂ.
അപ്പോൾ എക്സസൈസ് 1.1 നമ്മൾ എലമെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കണ്ടുപിടിച്ചു, അതായത് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് അത് ചെയ്യുന്നത് കണ്ടു. പിന്നെ ഇപ്പോൾ റോസ്റ്റർ ഫോമിലോട്ട് നമ്മൾ എഴുതാനും ചെയ്തു. ഈ 3 ടോപ്പിക്കാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കവർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള 2 ടോപ്പിക്ക് സെറ്റ് ബിൽഡർ ഫോമും ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സിൻ്റെ എക്സസൈസ് ബാക്കി ഭാഗം ഇതായിട്ട് ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് ലെങ്തി ആയിട്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ടാണ് ഈ എക്സസൈസിന് ഇത്രയും സമയം എടുക്കുന്നത്. കാര്യം ഇത് നമ്മൾ കവർ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല എളുപ്പമായിട്ട് തോന്നും. ഇനി ഏത് ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വന്നാലും നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പം നല്ല വൃത്തിയായിട്ട് തറവായിട്ട് മനസ്സിലാക്കി വേണം ഓരോ ക്വസ്റ്റ്യനും ചെയ്യാൻ. ക്വസ്റ്റ്യൻ നല്ലതായിട്ട് വായിച്ചു നോക്കുക. നമ്മൾ പലപ്പോഴും കണ്ടീഷൻസും അതിനകത്ത് കണ്ടാൽ കൂടി നമ്മൾ കണ്ണിൽ നിന്ന് വിട്ടുപോകും. അത് നാച്ചുറൽ നമ്പർ ആണോ, നമ്മൾ ഒരു കണ്ടീഷൻ മാത്രമേ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നല്ലതായിട്ട് വായിച്ച് നോക്കിയിട്ട് സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ക്വസ്റ്റ്യൻ നല്ലതായിട്ട് വായിച്ചു നോക്കുക. അതിനകത്ത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഒളിഞ്ഞു കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ അത് നല്ലതായിട്ട് കണ്ടുപിടിക്കുക. നമുക്ക് അഡീഷണൽ പ്രോബ്ലംസ് ചെയ്യാം ചാപ്റ്റർ കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യുക. താങ്ക്